Sixth paragraph. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. ഇപ്പോൾ ഡോക്ടർ ക്രോണിനും അതുപോലെ മിസ്റ്റർ ജോണും തമ്മിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോണിൻ്റെ സംസാരം കേട്ടിട്ട് മിസ്റ്റർ ക്രോണിന് മനസ്സിലാകുന്നത്, അതായത് ജോണിൻ്റെ ശബ്ദം, അതുപോലെ ശബ്ദം രീതികൾ, അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട്, ആ സംസാര രീതിയെല്ലാം കണ്ടിട്ട് തീർച്ചയായിട്ടും അയാളുടെ, അതായത് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യക്തിത്വം, അതുപോലെ അദ്ദേഹത്തിൽ കാണുന്ന ആ സത്യസന്ധമായ ഉത്സാഹം, ഇതൊക്കെ ഏതൊരു വ്യക്തിക്കും അവരുടെ ദേഷ്യം, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ, ആ ദേഷ്യമൊക്കെ വിട്ട് സംസാരിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുമാത്രമല്ല ഡോക്ടർ ക്രോണിന് അദ്ദേഹത്തോട് ഒരു ഇഷ്ടമൊക്കെ ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. കൂടുതലായിട്ട് മിസ്റ്റർ ജോണുമായിട്ട് സംസാരിച്ചപ്പോൾ, അതായത് മിസ്റ്റർ ജോണിനോട് ക്രോണിൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മുടെ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് യുവജനത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് ശക്തമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. He was by profession a solicitor, but in addition to his practice at the courts, found time to act as director of a charitable organization devoted to the care of boys and girls, mostly from city slums who had fallen under the ban of the law. അപ്പോൾ മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വക്കീലായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി. അതുപോലെ അദ്ദേഹം കോടതിയിൽ ഒക്കെ ജോലിക്ക് പോവും. അങ്ങനെ ജോലി ചെയ്തതിന് ശേഷമുള്ള സമയം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നിയമ നിഷേധത്തിൽപ്പെട്ടുപോയ ഈ നഗരപ്രദേശത്തൊക്കെ ഉള്ള ചേരികളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും അതുപോലെ പെൺകുട്ടികളുടെയൊക്കെ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു സ്ഥാപനം, വേണമെങ്കിൽ ഒരു ധർമ്മ സ്ഥാപനം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അതായത് മിസ്റ്റർ ജോൺ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും അവരുടെ മെയിൻ പ്രവർത്തന മേഖല യുവജനങ്ങളാണ്. തെറ്റിൽപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടു പോകുന്ന ചേരികളിൽ നിന്നും മറ്റുമുള്ള യുവജനങ്ങൾ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. സെവൻത് പാരഗ്രാഫ്. As he spoke with a real feeling, I got a vivid picture of the work these two people were doing. അപ്പോൾ മിസ്റ്റർ ജോൺ മനസ്സിൽ തട്ടി സംസാരിച്ചപ്പോൾ അവർ രണ്ടുപേരും ചെയ്യുന്ന ആ ജോലിയുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ ഡോക്ടറിന് മനസ്സിലായി. എത്രമാത്രം വലിയൊരു പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത് ആ മേഖലയെക്കുറിച്ച് നന്നായിട്ട് ഡോക്ടറിന് മനസ്സിലാവുകയാണ്. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. പലതരത്തിൽ മോശമായ അവസ്ഥയിലുള്ള കൗമാരക്കാർ, അതായത് ചിലപ്പോൾ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരായിരിക്കാം, മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവരായിരിക്കാം, എനിഹൗ അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ കോടതിയിൽ നിന്നുമൊക്കെ ഏറ്റെടുത്ത് അവരെ വളരെ ആരോഗ്യകരമായ നല്ലൊരവസ്ഥയിൽ അവരെ എത്തിച്ച് അവരുടെ മനസ്സിനെയും ശരീരത്തെയൊക്കെ സുഖപ്പെടുത്തി, വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നൽകി സുഖപ്പെടുത്തി അവരെ തിരിച്ച് ഈ ലോകത്തിന് പറ്റിയ രീതിയിൽ ജീവിക്കാനായിട്ട് ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പം നല്ല രീതിയിൽ അവരെ നവീകരിച്ച് നല്ല സിറ്റീസണാക്കുന്ന ഒരു പ്രവൃത്തി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ പരിപാടി എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈ കിട്ടുന്ന കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൽ വ്യത്യസ്തമായ തൊഴിലുകൾ, കൈത്തൊഴിലുകളൊക്കെ പഠിപ്പിച്ച് അതിലൊക്കെ ട്രെയിനിങ് നൽകി, അതുപോലെ സമൂഹത്തിൽ മാന്യമായി ജോലി ചെയ്ത് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ അവരെ മാറ്റാൻ, അങ്ങനെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രീതി. It was a work of redemption that stirred the heart, and I asked what had directed his life into this channel. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഇളക്കി മറിക്കുന്ന വളരെ രക്ഷാകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത്? അതായത് അയാളുടെ ജീവിതം ഈ പാതയിലേക്ക് തിരിച്ചു വിട്ടത് അത് എന്താണ്? പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്ക കാരണങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാരണം ഇതിനുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് ഡോക്ടർ ക്രോണിൻ മിസ്റ്റർ ജോണിനോട് ചോദിക്കുകയാണ്.
എട്ടാമത്തെ പാരഗ്രാഫ്. The question had a strange effect upon him. He took a sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my belief, I had never in my life seen him before. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെയൊരു പ്രവർത്തന മേഖലയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിസ്റ്റർ ജോണിൻ്റെ മുഖത്തുണ്ടായ വളരെ അതിശയകരമായിട്ടുള്ള ഒരു ഫീലിംഗ് അത് ഡോക്ടർ കാണുകയാണ്. എന്നിട്ടൊരു ചുടുനിശ്വാസത്തോടെ ഒരു നെടുവീർപ്പോടുകൂടി മിസ്റ്റർ ജോൺ പറയുകയാണ്, അല്ല, അപ്പോൾ ഇപ്പോഴും താങ്കൾ എന്നെ ഓർക്കുന്നില്ലേ? ഇത് കേട്ടിട്ട് ഡോക്ടർ ക്രോണിൻ ഇല്ല എന്നുള്ള ഭാവത്തിൽ തലയാട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതിനു മുമ്പ് ഈ വ്യക്തിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ ക്രോണിൻ്റെ ബലമായ വിശ്വാസം. 9th paragraph. I've wanted to get in touch with you for many years, he went on, under increasing stress, but I was never able to bring myself to do so. താങ്കളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മിസ്റ്റർ ജോൺ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വളരെ വികാരശോഭത്തോടുകൂടി തുറന്നു പറയാണ്, പക്ഷെ ഒരിക്കലും എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ വളരെ വികാരവിക്ഷുബ്ധനായിരിക്കുന്ന നമ്മുടെ ജോൺ അദ്ദേഹം പറയാണ്, വളരെ കൊല്ലങ്ങളായിട്ട് ഞാൻ താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാസമായിരിക്കാം അദ്ദേഹത്തെ കാണാൻ സാധിക്കാഞ്ഞത്. എനിഹൗ കാണാൻ പറ്റിയിട്ടില്ല. Then, bending near, he spoke a few words tensely in my ear. At that, slowly the veils parted. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ജോൺ പതുക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് വളരെ വലിയ ഒരു വികാരത്തോടുകൂടി പിരിമുറുക്കത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഏതാനും വാക്കുകൾ പറയുകയാണ്. അത് കേട്ട് ആ വാക്കുകൾ കേട്ടപ്പോഴത്തേനും ഡോക്ടർ ക്രോണിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ മറ അതങ്ങ് നീക്കപ്പെട്ടു. My thoughts sped back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. നമ്മുടെ ഡോക്ടർ ക്രോണിൻ്റെ ഓർമ്മകൾ ഏതാണ്ട് ഒരു 4 നൂറ്റാണ്ട് പുറകോട്ട് പോയി ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴത്തേനും. മിസ്റ്റർ ജോണിനെ പണ്ട് ആദ്യമായിട്ട് അദ്ദേഹം കണ്ടത് ഒരു ഞെട്ടലോടുകൂടി അദ്ദേഹം ഓർക്കുകയാണ്. 10th paragraph. I was a young doctor at the time and had just set up a practice in a working class district of London. ഡോക്ടർ ക്രോണിൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന വളരെ ചെറുപ്പം അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം ധാരാളം വർക്കേഴ്സ് ജോലി ചെയ്യുന്ന ലണ്ടനിലെ ഒരു ജില്ലയിൽ അദ്ദേഹം ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. On a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. ഇപ്പോൾ നന്നായിട്ട് തണുപ്പൊക്കെ ഉള്ള മഞ്ഞ് മൂടിയ ഒരു നവംബർ രാത്രിയിൽ ഏതാണ്ട് ഒരു 1 മണി അടുത്ത് ഉള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഡോറിൽ ആരോ ശക്തമായിട്ട് തട്ടുന്ന ശബ്ദം ഇദ്ദേഹം കേൾക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഇദ്ദേഹം ഉണരുകയാണ്. Hurriedly, I threw on some clothes and went downstairs. വളരെ തിടുക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയോ വസ്ത്രങ്ങൾ കിട്ടിയതൊക്കെ എടുത്ത് ധരിച്ച് അദ്ദേഹം താഴോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. It was a sergeant of police in dripping helmet and cape, mistily outlined on the doorstep. അവിടെ ആരായിരുന്നു? അതൊരു പോലീസുകാരനായിരുന്നു വന്ന് കൊട്ടിയത്. അപ്പം വെള്ളമൊക്കെ ഇറ്റ് വീഴുന്ന തൊപ്പിയും അതുപോലെ കോട്ടൊക്കെ ധരിച്ച് അയാൾ ശരിക്കും ഒരു നിഴൽ രൂപം പോലെ ആ ചവിട്ടുപടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇദ്ദേഹത്തെയും പ്രതീക്ഷിച്ച്. A suicide case, he told me abruptly. In the lodging around the corner, I had better come at once. വളരെ തിടുക്കത്തിൽ ഈ പോലീസുകാരൻ പറയണം, ഒരു ആത്മഹത്യാ ശ്രമം താഴെ നടന്നിട്ടുണ്ട്, തൊട്ടടുത്തുള്ള താമസ സ്ഥലത്താണ് അത് നടന്നേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറിനോട് അങ്ങോട്ട് വരണം എന്ന് പറയാനാണ് ഈ പോലീസുകാരൻ വന്നേക്കുന്നത്. 11th paragraph. We walked the short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ വളരെ നിശബ്ദമായിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു.
അപ്പോൾ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരുടെ കാലടി ശബ്ദങ്ങൾ പോലും കേൾക്കാത്ത രീതിയിൽ മഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്ന് ഒരു പഴയ കെട്ടിടത്തിൻ്റെ വളരെ ഇടുങ്ങിയ ഒരു പ്രവേശന കവാടത്തിലേക്ക് തിരിഞ്ഞു കയറുകയാണ്. As we mounted the creaking staircase, my nostrils were stung by the sick, sweet odor of illuminating gas. അങ്ങനെ ഇവർ ശബ്ദമുണ്ടാക്കുന്ന അവിടുത്തെ ചവിട്ടുപടികളിലൂടെ കയറി മുകളിലോട്ട് പോകുമ്പോൾ പാചകവാതകത്തിൻ്റെ അതിശക്തമായിട്ടുള്ള മനം പുരട്ടുന്ന ഒരു പ്രത്യേകതരം രൂക്ഷമായ ഗന്ധം ഇവരുടെ മൂക്കുകളിൽ തുളച്ച് കയറുന്നുണ്ടായിരുന്നു. അതായത് ശബ്ദമുണ്ടാക്കുന്ന ആ ഗോവണിയിലൂടെ കയറി പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ മണം അവിടെ ഉണ്ടായിരുന്നു. On the upper story, the agitated landlady showed us to a bare little attic where stretched on a narrow bed lay the body of a young man. അങ്ങനെ ഇവർ രണ്ടാം നിലയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ വീടിൻ്റെ ഉടമസ്ഥ വളരെ അസ്വസ്ഥയായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവർക്കൊരു ഒഴിഞ്ഞ ചെറിയ മുറി ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ മുറിക്കകത്ത് ഒരു ചെറിയ കിടക്കയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം നീണ്ടു നിവർന്നിങ്ങനെ കിടപ്പുണ്ട്. 12ാമത്തെ പാരഗ്രാഫ്. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. അതായത് യാതൊരു അനക്കവുമില്ലാതെ ജീവനില്ലാത്തൊരു ആളായിട്ട് അവിടെ കിടപ്പുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ചെറിയൊരു സാധ്യത അത് നമ്മുടെ ഡോക്ടർ ക്രോണിൻ അന്നേരം കാണുകയാണ്. ചെറിയൊരു സാധ്യത. With the surgeon's help, I began the work of resuscitation. അപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, പുനരുജ്ജീവിപ്പിക്കാൻ നമ്മുടെ പോലീസുകാരൻ്റെ സഹായത്തോടുകൂടി ഡോക്ടർ മാക്സിമം ശ്രമിക്കാൻ തുടങ്ങി. For an entire hour, we labored without success. Despite our most strenuous exertions, it appeared useless. 1 മണിക്കൂറോളം അവർ വളരെ കഠിനമായിട്ട് അധ്വാനിച്ചു. പക്ഷേ അത് വെറുതെയായി. അവരുടെ അതികഠിനമായ ആ പ്രയത്നത്തിന് ഒരു ഫലവും ലഭിച്ചില്ല. അങ്ങനെ ഒരു വിഷമിക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. എല്ലാം യൂസ്ലെസ് ആയി എന്നുള്ളൊരു ചിന്ത ഇവർക്കെത്തി. Then, as we were about to give up, completely exhausted, there broke from the patient a shallow convulsive gasp. അപ്പോൾ 1 മണിക്കൂർ കൂടുതലായിട്ട് ഒരു കഠിനമായി അധ്വാനിച്ച് ഒരു ആപ്പടെ ക്ഷീണിച്ചു, മടുത്തു. അത് മാത്രമല്ല മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇവർ തളർന്നു. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ രോഗിയിൽ നിന്നും ഒരു നേർത്ത നിശ്വാസം പെട്ടെന്ന് പുറത്തു വന്നു. Half an hour of redoubled efforts and we had the youth sitting up gazing at us desertedly. വീണ്ടും ഒരു അരമണിക്കൂർ നേരത്തേക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള അതൊരു ഇരട്ടിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ ചെറുപ്പക്കാരനെ ഇവർക്ക് എഴുന്നേൽപ്പിച്ചിരുത്താൻ സാധിക്കുകയാണ്. അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നു. അങ്ങനെ അവനെ ഒന്നും അറിയാത്തവനെ പോലെ ഇവരെ ഇങ്ങനെ മിഴിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അവനൊരു പരിസരബോധം കിട്ടുന്നില്ല. ജീവിച്ചിരിപ്പുണ്ടോ, എന്താണ് അവസ്ഥ, ഒന്നും അവന് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരവസ്ഥയിലാണ് ആ ചെറുപ്പക്കാരൻ. Slowly, he seemed to be realizing the horror of his situation. സാവധാനം അവൻ്റെ അവസ്ഥയുടെ ആ ഭീകരത എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി എന്നിവർക്ക് തോന്നി.